അപ്പോഴേ ഇന്ന് നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? രാവിലെ തന്നെ എണീറ്റു, ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് എല്ലാം കുടിച്ചു. എന്നിട്ട് ദേ തല നിറച്ച് എണ്ണ തേക്കുക കേട്ടോ. കുറേ ദിവസമായി എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ട്, തല കുളിച്ചിട്ട് തന്നെ കുറേ ദിവസമായിട്ടോ. പല്ലെടുത്തത് കൊണ്ട് തല കഴുകി കുളിക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ ഹെയർ വാഷിന് പോകണമെന്ന് വെച്ചിട്ട് അതും നടന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചാലും തലയിൽ എണ്ണയെല്ലാം തേച്ച് നന്നായിട്ട് അടിച്ച് നനച്ച് കുളിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യമൊന്നും അങ്ങ് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ എണ്ണയൊക്കെ തേച്ച് നന്നായിട്ടൊരു കുളി പാസ്സാക്കി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് റെഡിയായി ഞാനൊരു മൂവിക്ക് പോകാൻ തീരുമാനിച്ചു കേട്ടോ. ദി റൈഡ് എന്നാണ് മൂവിയുടെ പേര്. ഒരുപാട് നല്ല റിവ്യൂസ് എല്ലാം കണ്ടു. അതുകൊണ്ട് 2 ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും മേഡനും കൂടിയാണ് പോകുന്നത്. വേദ പഠിക്കാനൊക്കെ ഒരുപാടുണ്ട്, എക്സാമൊക്കെ ഉള്ളതുകൊണ്ട് വേദയെ കൊണ്ടുപോയില്ല. വേദയും നെട്ടയത്താക്കിയിട്ട് നേരെ തിരുമല വന്നു. ഞാനും മേഡനും കൂടി മൂവിക്ക് പോവാണ്. അപ്പോൾ മൂവി എമോറ്റിയിലാണ്. എമോറ്റിയിൽ വന്നു. 10:40 ഷോയാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് സമയമായപ്പോൾ തന്നെ എത്തി. കറക്റ്റ് സമയമായിരുന്നു കേട്ടോ. ഒട്ടും കൂടിയതുമില്ല കുറഞ്ഞതുമില്ല. കറക്റ്റ് ഞങ്ങൾ കയറിയതും മൂവി തുടങ്ങിയതും ഒരുമിച്ചായിരുന്നു. ഇനി മൂവിയെ പറ്റി പറയാം. നല്ലൊരു മൂവിയായിരുന്നു കേട്ടോ. നല്ലൊരു ഫീൽ ഗുഡ് മൂവി. ആദ്യം കണ്ടപ്പോൾ എനിക്ക് സ്ക്വിഡ് ഗെയിമൊക്കെ കാണുന്ന ഒരു ഫീലാണ് തോന്നിയത് കേട്ടോ. ഒരു ഇംഗ്ലീഷ് സീരീസൊക്കെ കാണുന്ന ഒരു രീതിയിലുണ്ടായിരുന്ന മൂവിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏട്ടനും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു മൂവിയായിരുന്നു. ദ റൈഡ് എന്നാണ് മൂവിയുടെ പേര്. സുനിൽ കോപ്പ, ശ്രീകാന്ത് നായർ, മാല പാർവതിയൊക്കെ ആയിരുന്നു കാസ്റ്റ്. എല്ലാവരും കിട്ടില്ല കേട്ടോ. എനിക്ക് സത്യം നമ്മൾ സ്ഥിരം കാണുന്ന മൂവീസിൽ നിന്ന് ഒരു വേറിട്ട രീതിയിലുണ്ടായിരുന്നൊരു മൂവിയായിരുന്നു. നല്ല മൂവി കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പല വ്യത്യസ്ത സാഹചര്യങ്ങളിലുള്ളവരെല്ലാവരും കൂടി ചേർന്നൊരു റൈഡ് പോകുന്നു. എന്നിട്ട് അവരുടെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും മറ്റുമൊക്കെയാണ് കഥ ഞാൻ പറയാൻ നിന്നാൽ അതിൻ്റെ ഒരു സസ്പെൻസ് എന്നൊക്കെ പറയാം കേട്ടോ. ഒരു ത്രില്ലങ്ങ് പോകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്തായാലും കുറേ നാളിന് ശേഷം നല്ലൊരു മൂവി കണ്ട സന്തോഷത്തോടെ പോവുകയാണ്. എല്ലാവരും പോയ ശേഷം കേട്ടോ ഞങ്ങൾ പതിയെ അവിടെ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ പോയിട്ട് വലിയ അത്യാവശ്യമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പതിയെ അവിടെ നിന്ന് ഇറങ്ങി. ഏട്ടൻ നേരെ തിരുമല പോയി, ഞാൻ നേരെ നെട്ടയത്ത് വന്നിട്ട് ഉച്ചഭക്ഷണം എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മില്ലറ്റ് പുട്ട്, പയറ് തോരൻ, മീൻ വറുത്തത്, പിന്നെ ക്യാരറ്റും ക്യൂക്കുംബറും. അപ്പോൾ എത്രയേ ഉള്ളൂ.